നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ഉച്ഛിഷ്ട ഗണപതിയുടെ മൂലമന്ത്രവും ഗണപതിയുടെ മന്ത്രസിദ്ധി വരുത്തുന്നതും പിന്നെ അതുകൊണ്ടുള്ള ഷഡ്കർമ്മങ്ങളുമാണ് പറയുന്നത്. പ്രയോഗവിധികളും വർണ്ണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. ഉച്ഛിഷ്ട ഗണപതി എന്നുള്ളത് മൂർത്തി ഒരു ഗാണപത്യ തന്ത്രത്തിലെ തന്നെ ഒരു പ്രത്യേകതയുള്ള മൂർത്തിയാണ്. കാരണം ഗണപതിക്ക് പല ഭാവങ്ങളുണ്ടെങ്കിലും ശക്തി ഗണപതി, വീരഗണപതി തുടങ്ങിയ നമ്മൾ കണ്ടിട്ടുള്ള ഭാവങ്ങളെ അപേക്ഷിച്ച് വളരെ കുറച്ച് ഗോപ്യമായ ഭാവങ്ങളും ഗണപതിക്കുണ്ട്. അതിലൊന്നാണ് ഈ ഉച്ഛിഷ്ട ഗണപതി. ആ പേരിൽ തന്നെ നമുക്ക് കാണാം ഒരു ഉച്ഛിഷ്ട ഗണപതി എന്നുള്ളത്. അത് വരാൻ കാരണം തന്നെ അത് യോഗയുടെയും കുറച്ച് താന്ത്രികമായുള്ള പല കാരണം ഗണപതിയെ കൊണ്ട് മൂലാധാരം ആണ് പറയുന്നത്. മൂലാധാരത്തിന്റെ ദേവനാണ് ഗണപതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അത് വളരെ താന്ത്രികമായിട്ടും അത് യോഗയുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ കാര്യങ്ങളാണ് ഗണപതിയെ കൊണ്ട് ഉള്ള ഗാണപത്യ തന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ മൂർത്തിയുടെ ഈ സങ്കല്പം മാത്രമല്ല, ഗണപതിയുടെ ഗോപ്യമായ അഘോര ഗണപതി, അങ്ങനെ അല്ലെ ഹരിദ്രാ ഗണപതി, ധൂമ്രവർണ്ണൻ, അങ്ങനെയുള്ള പല ഗൂഢമായ ഒരു തന്ത്രഭാഗങ്ങളും ഉണ്ട്. അത് ചില കുടുംബങ്ങളിൽ അത് പാരമ്പര്യമായി കൈമാറി വരുന്ന ഗോപ്യമായ മന്ത്രങ്ങളും അതുപോലെ മാന്ത്രികർ വടക്കേ ഇന്ത്യയിലാണ് കൂടുതൽ അഘോര ഗണപതിയെ പോലുള്ള മൂർത്തികളെ പല ആവശ്യങ്ങൾക്കായി ഉപാസിച്ച് സിദ്ധി വരുത്തുന്നതും ഒക്കെയായി കണ്ടുവരുന്നുണ്ട്. ഇന്ന് പറയുന്ന ഈ ഉച്ഛിഷ്ട ഗണപതി മന്ത്രം അത് പല മന്ത്രാന്തരങ്ങളുണ്ട്. ഇന്ന് പറയുന്നത് ഒരു അപൂർവമായ മൂലമന്ത്രമാണ്. അതിന്റെ പ്രയോഗങ്ങളും സിദ്ധി വരുത്തുന്നതാണ് പറയുന്നത്. ഉച്ഛിഷ്ട ഗണപതിയുടെ ധ്യാനത്തിൽ തന്നെ പറയുന്നത് പത്നിയുടെ ഒപ്പം, അതായത് ഭാര്യയുടെ കൂടെ വിവസ്ത്രനായിട്ടിരുന്ന് സുരത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാവമാണ്. ഇപ്പോൾ ഉച്ഛിഷ്ട ഗണപതിയുടെ പടങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൽ കാണാം അത് ഒരു ലൈംഗിക ചേഷ്ടയോടുകൂടി പത്നിയുടെ കൂടി ഇരിക്കുന്ന ഗണപതിയുടെ ഒരു ഭാവമാണ്. ഇതുപോലെ ബുദ്ധതന്ത്രത്തിലും ഗണപതിയുടെ അതിഗോപ്യമായ അതുപോലെ കുറച്ച് വിചിത്രമായ ലൈംഗിക ചേഷ്ടകളോട് നിൽക്കുന്ന ഒരു ഗണപതിയുടെ ഭാവം കൂടി പറയുന്നുണ്ട്. അത് പിന്നീടുള്ള വീഡിയോയിൽ പറയുന്നതാണ്. ഇന്ന് പറയുന്ന ഉച്ഛിഷ്ട ഗണപതിയുടെ മൂലമന്ത്രവും അതിന്റെ ധ്യാനവും ആണ്. ആദ്യമായി ഋഷി ഛന്ദസ് ദേവത. ഗണക ഋഷി ഗായത്രി ഛന്ദ ഉച്ഛിഷ്ട ഗണപതിർ ദേവത. ധ്യാനം ശരാന്തനു പാശശ്രണി സ്വഹസ്തൈർദാനമാരക്ത സരോരുഹസ്ഥം വിവസ്ത്രപത്ന്യാ സുരതപ്രവൃത്ത മുച്ഛിഷ്ടമംബാസുമാശ്രയേഹം. അതായത് കയ്യിൽ ശരവും വില്ലും പാശവും ആനത്തോട്ടിയും 4 കൈകളിൽ പിടിച്ചുകൊണ്ട് ചെന്താമരപ്പൂവിലിരുന്ന് വിവസ്ത്രയായിട്ടുള്ള നഗ്നയായ പത്നിയോടുകൂടി സുരതപ്രവൃത്തി ഏർപ്പെട്ടിരിക്കുന്ന ഉച്ഛിഷ്ട ഗണപതിയെ ഞാൻ ഭജിക്കുന്നു. അങ്ങനെയാണ് മന്ത്രം. ഇനി മൂലം. ഓം ഹസ്തിമുഖായ ലംബോദരായ ഉച്ഛിഷ്ട മഹാത്മനെ ആം ക്രോം ഹ്രീം ക്ലീം ഹ്രീം ഹും ഖെ ഖെ ഉച്ഛിഷ്ടായ സ്വാഹ. ഇതാണ് മൂലമന്ത്രം. ഇനി എങ്ങനെ മന്ത്രസിദ്ധി വരുത്താമെന്ന് പറഞ്ഞിരിക്കുന്നു. ലക്ഷം ജപേത് ഹൃദൈർഹുത്വ തദ്ദശാംശം പ്രപൂജയേത്. അതായത് ഇതിലൊരു ഈ മന്ത്രം 1,00,000 ജപിക്കുകയും നെയ് കൊണ്ട് 10,000 ഹോമിച്ച് പൂജ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പൂർണ്ണസിദ്ധിയിലേക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നീട് കറുത്ത അഷ്ടമി മുതൽ വെളുത്ത അഷ്ടമി വരെ ദിവസവും 1001 വീതം ജപിക്കുകയും അതിൽ 10 വീതം ഹോമിക്കുകയും തർപ്പിക്കുകയും ചെയ്താൽ സിദ്ധി വരും എന്നും ഒരു രണ്ടാമത്തെ ഉപദേശമുണ്ട്. പിന്നീട് സിദ്ധി വന്നു കഴിഞ്ഞാൽ എല്ലാ യശസ്സും സൗഭാഗ്യവും ഗണപതിയുടെ ഐശ്വര്യങ്ങളായിട്ട് തന്നെ എല്ലാം വന്നുകൊണ്ടേയിരിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഷഡ്കർമ്മങ്ങൾ പറയാം. വേപ്പുകൊണ്ട് ഗണേശപ്രതിമയുണ്ടാക്കി ശുഭമുഹൂർത്തത്തിൽ പ്രാണപ്രതിഷ്ഠ ചെയ്ത് ഗണപതിയെ ധ്യാനിച്ച് അതിന്റെ മുന്നിലിരുന്ന് മന്ത്രം ജപിച്ചാൽ അത് ഗണപതി വശമായിട്ട് വന്ന് വേണ്ട കാര്യങ്ങളെല്ലാം സ്വാധീനമാക്കി തരും. അതൊരു പ്രയോഗമാണ്. ഇനി ലോകവശ്യത്തിനെ കുറിച്ച് ഗണപതി മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ചതുസ്സഹസ്രം ഖത്രൂര പുഷ്പാണി മനുനാർപ്പയേത് ഗണേശായ കൃപാദീനാം ജനാനാം വശ്യതാകൃതേ. അതായത് മീനങ്ങാണിപ്പൂവ് 4000 എടുത്ത് ഓരോ ഒരു ജപിച്ച് ഗണപതിക്ക് പുഷ്പാഞ്ജലി ചെയ്താൽ രാജാവ് മുതലായ എല്ലാവരും വശത്തായി വരും. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലോകവശ്യം എന്നാണ് അതിന് പറയുന്നത്. സർവ്വജനങ്ങളുടെ മുന്നിൽ ഒരു ആകർഷണം വന്നു ചേരും. ഇനിയും ഗണപതിയുടെ ഒരു ഈ മന്ത്രം കൊണ്ടുള്ള ഒരു മാരണ പ്രയോഗമാണ് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് സൂക്ഷിക്കണം. ഗണപതി മൂലാധാരമാണ്. അത് എവിടെന്തെങ്കിലും ഒരു ചെറിയ കോട്ടം വന്നു കഴിഞ്ഞാൽ ഒരു ഉപാസകനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകളാണ്. അതുകൊണ്ട് ഗുരു ഉപദേശത്തോടു കൂടിയേ
അതുപോലെ ഗണപതിയുടെ മറ്റ് മന്ത്രങ്ങളിലൊക്കെ സിദ്ധി വന്നവരൊക്കെ ഈ ഉച്ഛിഷ്ട ഗണപതി താന്ത്രിക ഗണപതിയിലേക്കൊക്കെ പോകാറുള്ളൂ. അതുകൂടെ ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ പറയുന്നത് ഗണപതിയെ കൊണ്ടുള്ള മാരണപ്രയോഗം. സഹസ്രം നിംബകാഷ്ഠാനാം ഹോമാതുച്ഛാടയേതരീൻ വജ്രണി സമിതാം ഹോമദ്രിപുര്യമൃതം വജ്രതേ. അതായത് ഈ മന്ത്രം ജപിച്ച് 10,000 വേപ്പിഞ്ചമത ഹോമിച്ചാൽ ശത്രുക്കൾ ഭയപ്പെട്ടോടും, 10,000 കള്ളിച്ചമത ഹോമിച്ചാൽ ശത്രുക്കൾ മരിക്കും. അടുത്തതാണ് വളരെ ഒരു ഉഗ്രമായ മാരണപ്രയോഗം പറയുന്നത്. കളിമണ്ണും സ്ത്രീകളുടെ ഇടത്തെ കാലിന്മേലെ പൊടിയും ചേർത്ത് ഒരു പാവയെ ഉണ്ടാക്കി അതിന്റെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ പേര് എഴുതി സ്ഥാപിക്കുക. പിന്നെ ആ പ്രതിമയെ മന്ത്രം ജപിച്ച് വേപ്പിന്റെ മരക്കഷ്ണങ്ങളോടുകൂടി ഭൂമിയിൽ കുഴിച്ചിട്ടാൽ പേരെഴുതിയ ആൾക്ക് ഭ്രാന്തു പിടിക്കും. പുറത്തേക്കെടുക്കുന്നിടം വരെ ഭ്രാന്തു മാറാതിരിക്കുകയും ചെയ്യും. അതായത് കുറച്ച് ഉഗ്രപ്രയോഗമാണ്. പിന്നെ അത് തന്നെ വേറൊരു രീതിയിൽ അതിനൊരു വേറൊരു ഭാഗം കൂടി പറയുന്നുണ്ട്. ശത്രോരേവം കൃത്ത സാധു ലശുനയേന സമന്വിത. അതായത് ശത്രുക്കൾക്കും അതുപോലെ പറഞ്ഞ ഇതേ പ്രയോഗം സമമാണെന്നാണ്. പക്ഷെങ്കിൽ അത് ശത്രുവിന്റെ പേരെഴുതി ഒരു ഉള്ളിയോടുകൂടി കുഴിച്ചിട്ടാലെന്നാണ് പറഞ്ഞിട്ടുണ്ട്. ലശുനേന സമന്വിത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ ശത്രുവിന് ഭ്രാന്തു പിടിക്കും. പുറത്തെടുക്കുന്നിടം വരെ ഭ്രാന്തു മാറാതെ നിൽക്കുകയും ചെയ്യും. അതൊക്കെ കൂടിയ കൊടുത്ത പ്രയോഗങ്ങളാണ്. അതൊന്നും ഗുരുപദേശമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല. ഇതാണ് ഗണപതിയുടെ പറഞ്ഞിരിക്കുന്ന മാരണ വിഭാഗത്തിലുള്ള പ്രയോഗം. പിന്നീട് ഒരെണ്ണം കൂടെ പറഞ്ഞിട്ടുണ്ട്. ജപ്താ സഹസ്രം താ മൂർത്തിയും ക്ഷിപ്രദോത്രൗ സരിത്തടേ ശ്രേഷ്ഠം കാര്യം സമാജഷ്ട സ്വപ്നേ തസ്യ ഗണാധിപ. അതായത് ഈ സ്വപ്നത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഗണപതി തന്നെ വന്ന് പറയുന്നു. നമ്മൾ ഐതിഹ്യമാലയിലൊക്കെ പല ചരിത്രത്തിലും കേട്ടിട്ടുണ്ട്. അത് ഈ ഗണപതി ഉപാസന ഉള്ളവർക്കാണ്. അങ്ങനെ അതായത് ഗണപതി സ്വപ്നത്തിൽ വന്ന് നമ്മൾക്ക് എന്തുവാണോ മനസ്സിലൊരു ആവശ്യം അത് കാണിച്ചു തരുന്ന ഒരു വിദ്യ. അതിന് തന്ത്രത്തിൽ അത് പൊതുവെ മറ്റ് ഗണപതി ഉപാസകർക്കും അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് വെളുത്ത ഇരിക്കിന്റെ അങ്ങനെ നമ്മുടെ വെള്ളന്റെ നീളമുള്ള അതും കൊണ്ട് വേപ്പ് കൊണ്ടോ ഒരു ഗണേശന്റെ പ്രതിമയുണ്ടാക്കി അതിന് പ്രാണപ്രതിഷ്ഠയെല്ലാം ചെയ്ത് ചതുർത്ഥി ദിവസം രാത്രി ചെമ്പരത്തി മുതലായ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടും രക്തയന്തനം കൊണ്ടും പൂജിക്കണം. കാരണം ഉച്ഛിഷ്ട ഗണപതി ആയതുകൊണ്ടാണ് ഇത്. അല്ലാതെ മറ്റ് ഗണപതികൾക്ക് മറ്റു പുഷ്പങ്ങളാണ്, കറുകയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഗണപതിക്ക് എപ്പോഴും കറുകയാണ് പ്രിയ. നമുക്കിതിൽ തന്നെ കാണാം ഒരു വ്യത്യാസമുണ്ട്. ഉച്ഛിഷ്ട ഗണപതി ആയതുകൊണ്ടാണ്. പിന്നെ 1000 ഈ മന്ത്രം ജപിച്ച് ആ പ്രതിമയെ രാത്രിയിൽ തന്നെ നമ്മൾ ഏതെങ്കിലും നദിയിലോ പുഴയിലോ കളയണം. അപ്പോൾ കാര്യസാധ്യത്തിന് എന്താണ് വഴിയെന്ന് ഗണപതി വന്നിട്ട് സ്വപ്നത്തിൽ പറഞ്ഞു തരും. അത് നമ്മൾ ഉപാസകരിൽ ശ്രദ്ധിച്ചാൽ അറിയാം. ഐതിഹ്യമാലയിലൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ചില കഥകളിൽ ഗണപതി സൂര്യകാലടിക്കൊക്കെ ആണെങ്കിലും അങ്ങനെ ദർശനം സ്വപ്നത്തിലാണ് വേണ്ടതെല്ലാം വന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതൊക്കെ ഗണപതിയുടെ ഉപാസനയുടെ പരമോന്നതിയിൽ എത്തുന്നവർക്ക് കിട്ടുന്ന സിദ്ധിയാണ് ഇതൊക്കെ. അതുകൊണ്ട് നിങ്ങളുടെ അറിവിലേക്കായി വിശദമായി ഉച്ഛിഷ്ട ഗണപതിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ പറയുന്നത് ഹരിദ്രാ ഗണപതിയും ധൂമ്രവർണ്ണനവും അതുപോലെ ബുദ്ധതന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഗണപതികളെക്കുറിച്ചും പറയുന്നതാണ്. നമസ്കാരം.